ഇന്ന് നമ്മളെ കലക്ടർ റെഡ് അലേർട്ടൊക്കെ തന്നിട്ടുള്ള ദിവസമായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു നല്ല മഴയായിരിക്കുമെന്ന്. അപ്പോൾ എനിക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു പഞ്ചായത്തിൽ പോകേണ്ടതൊക്കെ. അപ്പോൾ ഇത് രാവിലെ ഉമ്മ കൊണ്ടു തന്നെയാട്ടോ ഒരു വലിയ കൂണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു കൂൺ കറി എന്ന് പറയുന്നത്. ഉമ്മ അന്നേരം തന്നെ അത് എന്ത് ചെയ്തു, കട്ട് ചെയ്ത് ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം എനിക്ക് അക്ഷയയിലൊക്കെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. പിന്നെ ഒരു ഫോമൊക്കെ ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ഫില്ല് ചെയ്തു. നേരെ പഞ്ചായത്തിൽ പോയിട്ട് നമ്മൾ പ്രസിഡൻറ്റിൻ്റെ സൈൻ വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ എത്തിയപ്പോൾ കുറച്ച് ലേറ്റായി പ്രസിഡൻറ്റ് വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ അവർ വന്നിട്ട് എനിക്ക് സൈനൊക്കെ ഇട്ട് തന്നു കേട്ടോ. പിന്നെ ഞാൻ നേരെ പോയത് എൻ്റെ ഒരു മൊബൈലിൻ്റെ ഗ്ലാസ് സെറ്റാക്കാനുണ്ടായിരുന്നു. അപ്പോൾ നേരെ ചപ്പാരപ്പുഴ പോയിട്ട് അതും ശരിയാക്കിയിട്ട് പിന്നെ എൻ്റെ വണ്ടിയുടെ സെൽഫ് ശരിയാക്കാനുണ്ടായിരുന്നു. അതും സെറ്റാക്കിയിട്ടാ. പിന്നെ പോയിട്ട് എണ്ണയൊക്കെ അടിച്ചു വണ്ടിക്ക്. അപ്പോൾ എനിക്ക് നേരെ ഇപ്പോൾ കുടിയാമലയിലേക്കാട്ടോ പോകുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ടും കൂടി ഉണ്ട് കൂടെ. അവിടെ എത്താനാകുമ്പോൾ നല്ല അടിപൊളി വ്യൂ തോന്നിയിട്ട് ഞാൻ ഇവിടെ നിന്നൊരു വീഡിയോ എടുത്തതാട്ടോ. അങ്ങനെ ഇപ്പോൾ ഞാൻ നേരത്തെ അവളെ വീട്ടിലെത്തിയിട്ടുണ്ട്. അവൾ റെഡി ആയിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് നേരെ വിട്ടു. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം കുടിയാമല സൈഡ് എന്ന് പറയുമ്പോൾ ഞാൻ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല. ഒരു മലപ്രദേശം ആയതുകൊണ്ട് തന്നെ നല്ല മഴ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളൊരു ഇത് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇല്ല ഗൈസ്, നമ്മുടെ മഴ ചതിച്ചില്ല. പിന്നെ അവിടെ നിന്ന് അക്ഷയയിൽ പോയിട്ട് അവിടുത്തെ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്ത് അതൊക്കെ സെറ്റാക്കിയിട്ട് പിന്നെ നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടാണ്. അങ്ങനെ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് അവൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. അതും വാങ്ങി. ഇത് അവൾ ജനിച്ചു വളർന്ന നാടാന്ന് പറഞ്ഞിട്ട് അവിടുത്തെ അവളുടെ ഒരു നാടൊക്കെ കുറച്ച് എനിക്കൊന്ന് കറങ്ങി ചുറ്റിയടിച്ച് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിലേക്ക് കൂടിയാണ് നമ്മൾ 7:30 വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പോവാം. നമുക്കൊരു ഡേ പോവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ. അതിനുശേഷം നടുവ് നമ്മളൊരു പാലക്കന്തട്ട് റോഡ് കയറിയിട്ടാ. ഇവിടെ നമുക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വെറുതെ ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. നല്ലൊരു തണുപ്പായിരുന്നു കേട്ടോ. ഇങ്ങോട്ടേക്ക് വരുമ്പം തന്നെ നല്ലൊരു ക്ലൈമറ്റ്. മഴ ചെറുതായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഒരു ചെറിയൊരു വെള്ളം പോലത്തെ മഴ കുറവായതുകൊണ്ടാണെന്ന് തോന്നുന്നു, വലിയ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഡേ നമ്മൾ പാലക്കന്തട്ടുമ്പോൾ കണ്ടിട്ടുണ്ട്, നല്ല വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അപ്പോൾ എന്ത് ചെയ്തു, അവിടെ നിന്ന് കുറച്ച് സമയം വെറുതെ അങ്ങോട്ട് പോയി. നല്ല തണുത്ത വെള്ളമായിരുന്നു. പക്ഷെ അവിടെ നിൽക്കുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ വല്ല പാമ്പോ വല്ല മൃഗങ്ങളോ ഇറങ്ങി വരുമോ എന്നുള്ളത്. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അവിടെ നിന്നിട്ട് നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളെല്ലാം എടുത്തു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അങ്ങ് വെയിലും ഇങ്ങും ചെറിയൊരു മഴയും ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വീട്ടിലേക്ക് ഒന്നൊരു ഷോർട്ട് കട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതിലേക്ക് കൊണ്ടുപോയതാണ്. കുരിപ്പ് തന്നെ കുറച്ച് നടത്തിച്ച് മുകളിലോട്ട്. അങ്ങനെ നമ്മളവിടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ നമ്മളെ കുട്ടി ഇവിടെ നിന്ന് കുറച്ച് കലിപ്പായി നിൽക്കുന്നുണ്ട് കൂട്ടാതെ പോയിട്ട്. പിന്നെ അവിടെ നിന്ന് ചായയും അവൾ നല്ല കട്ട്ലേറ്റും തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുറച്ച് റംബൂട്ടാനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ മെയിൻ എന്ന് പറയുന്നത് ചെടികളാട്ടോ. ഇപ്പോൾ കുറച്ച് കുറവാന്ന് തോന്നുന്നു. അപ്പോൾ ഒരുപാട് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അതിനുശേഷം ഞാൻ തിരിച്ചത് അക്ഷയയിൽ കൊടുത്തു. പിന്നെ നേരെ എന്ത് ചെയ്ത് ഇപ്പോൾ പുതുതായിട്ട് തുടങ്ങിയതാട്ടോ നമ്മളെ നടുവിൽ. നല്ല ഒരു പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. പിന്നെ പിള്ളേർക്ക് അവിടെ നിന്ന് സ്നാക്സ് വാങ്ങി. സ്നാക്സ് മാത്രമല്ല പാത്രം കഴുകുന്ന മരൊന്നും വാങ്ങണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും വാങ്ങി കൊടുത്തു. പിന്നെ ഉമ്മ വരുമ്പോൾ നല്ല കുമിലേറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അമ്പോ ഒന്നും പറയാനില്ല. ഒരു കുറച്ച് ചോറെടുത്ത് കുമിലി കറി വെച്ചിട്ട് ഒരു പിടി പിടിച്ചുകൂടാ. എന്താ ടേസ്റ്റ് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഓക്കെ, ബൈ.